അപ്പോൾ എന്തായിരുന്നാലും ഈ JCB ഈ ടിപ്പർ ഉൾപ്പെടെയുള്ള പണി നടക്കുന്നുണ്ട്. ഇതിന്റെ കണക്ടിവിറ്റി കിട്ടിയാൽ മാത്രമേ ബാക്കി നമുക്ക് അവരെ ലൊക്കേറ്റ് ചെയ്ത് കണ്ടെത്താൻ കഴിയൂ. ഇല്ല, പറയാൻ പറ്റില്ല. 2 പേരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒന്ന് HML ഹോസ്പിറ്റലിൽ ക്ലിനിക്കിലുണ്ട്. ഒന്ന് ഇന്ന് കുറച്ചു മുമ്പ് കിട്ടിയ ബോഡി ബൈത്തിരി താലൂക്ക് ആസ്പത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 9 പേര് ട്രീറ്റ്മെന്റിൽ മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജിലുണ്ട്. 7 പേരെ കാണാനുണ്ട്. അതാണ് അവരുടെ കണക്കനുസരിച്ചുള്ളത്. മിസ്സിംഗ് അല്ല, അത് എന്താണെന്നുള്ളത് അത് പരിശോധിക്കപ്പെടണം. സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 മരണം. 2 അല്ല, അങ്ങനൊരു ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അത് അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വിവരങ്ങൾ ലഭിക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊന്നുമില്ല. പക്ഷേ ഇതൊരു അപകട സൂചന ഉണ്ടാകുമെന്നുള്ള ഒരു മുൻവിധിയോടുകൂടി ബാക്കി എല്ലാവരെയും മാറ്റുന്നതിന് വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ട്. ഇപ്പോഴതിന്റെ താഴേക്കുള്ള ആളുകൾ മേലെയുള്ള ആളുകൾക്ക് മാറ്റം തരും. അല്ല, അത് അതിന്റെ കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട് റവന്യൂ. അതനുസരിച്ച് ദുരന്തത്തിൽ ഇനി പെടാതിരിക്കാൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുന്നുണ്ട്. 18 പേരാണ്. 18 പേരിൽ 9 പേരിപ്പം മൂപ്പൻസ് മെഡിക്കൽ കോളേജിലോട്ട് ചികിത്സയിലുണ്ട്. 2 ഡെത്ത് ഉണ്ട്. 11 പേര്. 7 പേരാണ് മിസ്സിങ്. അത് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടെത്തിയിട്ടുണ്ട്. അത് കൊണ്ടുവരും. അതെ, ഇനി കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതിവിടെ വന്നാൽ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയുള്ളൂ. നമ്മുടെ കണക്കനുസരിച്ച് 7 പേര് ഇപ്പോൾ കിട്ടാനുണ്ട്. അല്ല, ഇത് കഴിഞ്ഞ ദിവസം ഗവൺമെന്റിന്റെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇവരെയൊക്കെ പരിശോധന നടത്തിയാണ്. പരിശോധന നടത്തിയത് ഇവർക്ക് ചില പ്രിക്കോഷൻസിലുള്ള ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടുത്തെ IC പറഞ്ഞ MLA പറഞ്ഞ പോലെ അത് വേണ്ടത്ര ഒരു ഗൗരവത്തിലെടുത്തില്ല. ഇപ്പം നമുക്കിത് മനസ്സിലാവുന്ന കാര്യം, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ SPVയും അതോടൊപ്പം തന്നെ കോൺട്രാക്ടറും അല്ലാതെ ഒരു ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഇതിനൊരു കോർഡിനേഷൻ നടത്താനുള്ള സംവിധാനം ഇപ്പോൾ നിലവിലില്ല. അതാണ് ഇതിന് പറ്റിയൊരു അപകടം. ഗവൺമെന്റുമായി നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇതൊരു കോർഡിനേഷൻ നടത്താനുള്ള ഒരു സംവിധാനം ഇപ്പോൾ നിലവിലില്ല. അതിനൊരു സംവിധാനം ഇല്ലാതെ മുന്നോട്ട് പോയി ഇനി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കും. മാത്രം കാരണം ചില ഇവർ ചെയ്യുന്ന പ്രിക്കോഷൻസൊക്കെ നമുക്കൂടെ ബോധ്യപ്പെടും. ജില്ലാ ഭരണകൂടം പോലും അവർ പറഞ്ഞ കാര്യങ്ങൾ അവർ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല, ഈ ഒരു ദുരന്ത സമയത്ത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിപ്പോൾ നമ്മളെ മുന്നിലുള്ള ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ മിസ്സിംഗ് അവരെ കണ്ടെത്തുക, ഇവിടെ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തെ അതിജീവിക്കുക എന്നുള്ള. അതുപോലെ ഇനി ഒരു മഴ വന്നാലൊന്നും അടുത്തുള്ള ആളുകൾക്കൊന്നും പ്രയാസമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകണം. ബാക്കിയുള്ള കാര്യം ഗവൺമെൻറ് കൂടി ആലോചിച്ച് ചെയ്യുക. കാര്യത്തിൽ 2 മിനിസ്റ്റേഴ്സും കൊണ്ട് പോന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട റവന്യൂ മിനിസ്റ്ററും അതോടൊപ്പം തന്നെ ജില്ലയുടെ ചാർജുള്ള DCT മിനിസ്റ്ററും അവരോട് എത്തിക്കഴിയുമ്പോൾ കൂടിയാലോചിച്ച് ചെയ്യുക. ഏതായാലും ജില്ലാ ഭരണകൂടവും അതുമായി ബന്ധപ്പെട്ട റെസ്ക്യൂ ഓപ്പറേഷൻ വളരെ ടൈം ബോണ്ടായിട്ട് നടന്നു. ഒരാൾക്ക് പോലും അക്കാര്യത്തിൽ ഒരു പരാതിയോ പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ പിന്നെ എല്ലാ ദുരന്ത നിവാരണ സംവിധാനങ്ങളും ഇവിടെ എത്തിക്കാൻ കഴിയുമെന്നുള്ളത് വലിയ നേട്ടമാണ്. പക്ഷേ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമം ഉണ്ടാകണം. അല്ലെങ്കിൽ നമുക്ക് ഒരു വികസന പ്രവർത്തനം നടന്നു കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ആളുടെ ജീവൻ പണയം വെക്കേണ്ടി വരും. അതാ പ്രശ്നം.